നമസ്കാരം. ഇന്ന് ഒരു അത്ഭുത കാര്യം പറയാനാണ് പോകുന്നത്. എൻ്റെ വീട്ടിൽ ഒരു ചാമ്പയ്ക്ക മരമാണ്. ചാമ്പയ്ക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാമെന്നാണ് വിചാരിക്കുന്നത്. ഇത് 12 വർഷമായിട്ട് കായ്ച്ചിട്ടില്ല. ഞാനത് പല പ്രാവശ്യം പറിച്ചു കളയാൻ ശ്രമിച്ചതാണെങ്കിലും എൻ്റെ ഭാര്യ അതിന് സമ്മതിച്ചില്ല. അവളാണ് ഈ കഴിഞ്ഞ 12 വർഷവും അതിനെ നോക്കി പരിപാലിച്ച് കൊണ്ടുവന്നത്. അങ്ങനെ ഒരു ദിവസം എൻ്റെ ഭാര്യ പറഞ്ഞ് യൂട്യൂബിലൊരു വീഡിയോ കണ്ടു. അതിൽ മോതിരവളയം ഇട്ട് കഴിഞ്ഞാൽ കായ്ക്കാത്ത വൃക്ഷങ്ങൾ കായ്ക്കും എന്ന് പറയുന്നത്. ഞാനാദ്യം അത് ചിരിച്ചു തള്ളിയെങ്കിലും പിന്നീട് വിചാരിച്ചു അതും കൂടി പരീക്ഷിച്ച് നോക്കാം. അങ്ങനെ ഒരു ദിവസം അതിൽ പറഞ്ഞിരുന്നതുപോലെ ഞങ്ങളുടെ ചാമ്പയ്ക്ക മരത്തിന് ഒരു മോതിരവളയം ഇട്ടുകൊടുത്തു. മോതിരവളയം എങ്ങനെയാണ് ഇടുന്നതെന്ന് ഞാൻ അവസാനം പറഞ്ഞുതരാം. അത്ഭുതമെന്ന് പറയട്ടെ, ഏതാണ്ട് 1 മാസം കഴിഞ്ഞപ്പോഴത്തേക്കും അതിന് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കായ്കൾ വന്നു തുടങ്ങി. ഇത് നിങ്ങളെ നേരിൽ തന്നെ കാണിച്ചു തരാം. ഇതാണ് നുമ്മ പറഞ്ഞ ആ മരം. ഏതാണ്ട് 10 അടി 12 അടി പൊക്കമുണ്ട്. നമ്മളൊരു 4 അടി 5 അടി പൊക്കത്തിലായിട്ടാണ് മോതിരവളയം ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഈ കാണുന്നതാണ് ആ മോതിരവളയം. അതിന് ചുറ്റുഭാഗത്തു നിന്നും പുതിയ മുളകളെല്ലാം പൊട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് അത് കായ്ച്ചു നിൽക്കുന്നത് കാണാം. നമ്മൾ ഇട്ടുകൊടുത്ത മോതിരവളയത്തിന് മുകൾ ഭാഗത്തേക്കാണ് കായ്കളുണ്ടായിരിക്കുന്നത്. അവിടെ പല സ്ഥലങ്ങളിലും കായ്ച്ചിട്ടുണ്ട്. ഇനി പുതിയ ശാഖകൾ വരുമ്പോൾ നിറയെ കായ്ക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി മോതിരവളയം എങ്ങനെയാണ് ഇടേണ്ടതെന്നുള്ളത് നോക്കാം. അതിന് ഞാനൊരു പേരയുടെ കമ്പ് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇതിൽ ഓൾറെഡി ഞാൻ മോതിരവളയം ഇട്ടിട്ടുണ്ട്. അത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. അതായത് മരത്തിൻ്റെ തൊലിപ്പുറത്ത് വേണം. തൊലിപ്പുറത്ത് ഒരു വശത്ത് ഇതേമാതിരി ചുറ്റിലും ഇങ്ങനെ വരഞ്ഞു കൊടുക്കുക. ഒരു 1 ഇഞ്ച് 1.5 ഇഞ്ച് വീതിക്ക് വീണ്ടും ചുറ്റിലും ഇങ്ങനെ വരഞ്ഞു കൊടുക്കുക. വരഞ്ഞതിന് ശേഷം ഇതിന് രണ്ടിനും ഇടയ്ക്കുള്ള തൊലി ചെത്തി മാറ്റുക. അത് ഇതിൻ്റെ ചുറ്റിലുമുള്ള തൊലി ചെത്തി മാറ്റുക. ചെത്തി മാറ്റി കഴിയുമ്പോഴത്തേക്കും നമ്മുടെ മോതിരവളയം റെഡിയായി. ഏതാണ്ട് ഇതേപോലെ നിൽക്കും. ഇത് ചെയ്യേണ്ടത് ചെടിയുടെ ഒരു 4 അടി 5 അടി ഹൈറ്റിന് മുകളിലേക്ക് വേണം ചെയ്യാനായിട്ട്. പേരമരം, ചാമ്പക്ക മരം, ഇങ്ങനെ ചെറിയ ചെറിയ മരങ്ങൾക്കെല്ലാം ഇട്ട് കൊടുക്കാവുന്നതാണ്. അത് കരുതി ആരും തെങ്ങിനൊന്നും കൊണ്ടുപോയി മോതിരവളയം ഇട്ടേക്കരുത്. അത് കായ്ക്കില്ല എന്നുള്ളത് എനിക്കറിയില്ല. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഇതേമാതിരി ചെടികളോ വൃക്ഷങ്ങളോ ഉണ്ടെങ്കിൽ ഒന്ന് പരീക്ഷിച്ച് നോക്കും. ഇതിൽ നിന്നും എന്ത് മനസ്സിലായി? ഗുണപാഠം. ഭാര്യമാർ പറയുന്നതും കേൾക്കണം. നന്ദി, നമസ്കാരം.